കേരള സ്റ്റോറി എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിനെതിരെ നിലപാട് കടുപ്പിച്ച സംസ്ഥാനം. കേരളത്തിലെ മതനിരപേക്ഷതയിലും വികസന നേട്ടത്തിലും അസൂയുള്ളവരാണ് സിനിമയ്ക്ക് പിന്നിലെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്റ്റോറിയാണ് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളം നേടിയ നേട്ടങ്ങൾ മതനിരപേക്ഷയുടെ കാര്യത്തിൽ, കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ, കേരളത്തിൻ്റെ വികസനത്തിൽ, ആ നേട്ടങ്ങളെല്ലാം ഈ രാജ്യത്ത് പലർക്കും അസൂയപ്പെടുന്ന നേട്ടങ്ങളാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തെ മോശപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം ചില കണ്ടന്റുകൾ സിനിമാ മേഖലയിലൂടെ, ചലച്ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതൊന്നും കേരളത്തിൽ വിജയിക്കില്ല. കേരളത്തിൽ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഒന്നാം ഭാഗം എങ്ങനെ പോയോ അതുപോലെ തന്നെ രണ്ടാം ഭാഗം. കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് ഉള്ള പ്രതീതി ഉണ്ടാക്കുന്ന രൂപത്തിൽ ആഹാരത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ ഒക്കെ പറയുകയാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലാക്കാക്കിക്കൊണ്ടുള്ള സ്റ്റോറിയാണ്. കേരളം തീർച്ചയായിട്ടും ന്യായമായും നിയമപരമായും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സംരക്ഷിക്കൂ, അവർക്ക് സംരക്ഷണം കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എത്ര സ്റ്റോറിയുടെ ഇറങ്ങിയാലും ഞാൻ ഇവിടെ സൂചിപ്പിക്കുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുക. നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തിൽ അതിന്റെ ബദൽ സ്റ്റോറി ഇറക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നമുക്കുണ്ടല്ലോ. ആ സ്റ്റോറി യഥാർത്ഥ കേരള സ്റ്റോറി അതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുക. സുനിഷ ഇലൂർ വിവരങ്ങളുമായി. സുനിഷ, കേരള സ്റ്റോറി 2-ന്റെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ടാൽ തന്നെ ഭീകരമാണ്. കേരളത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത, ഇനി നടക്കാനും സാധ്യതയില്ലാത്ത ഒരു കാര്യം, ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുന്ന ദൃശ്യമാണ്. ഇതിനെ കേരളം ഒന്നടങ്കം തന്നെ എതിർക്കുന്നു എന്ന് തന്നെ കാണേണ്ടതുണ്ടോ? ഇപ്പോൾ കേരള സ്റ്റോറി 1-ന് അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ പിന്തുണയും അപ്രതീക്ഷിതമായി നടന്ന പ്രദർശനാനുമതിയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സുനിഷ, ശ്രുതി, കേരള സ്റ്റോറി 1-നെ, ഒന്നാം ഭാഗത്തിനെ കേരളം എങ്ങനെയാണോ തള്ളിയത് അതേ രീതിയിൽ തന്നെ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തെയും തള്ളിക്കളയുമെന്നത് തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെ സർക്കാർ നിലപാട് കടുപ്പിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ കേരളം ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കണമെന്ന് അറിയിച്ചിരുന്നു. ഈ കേരളത്തെ അപമാനിക്കാനും മതനിരപേക്ഷതയെ ഇല്ല എന്ന് കാണിക്കാനുമുള്ളൊരു നീക്കം അത് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനെതിരെ ഏത് തരത്തിലൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പിന്നാലെ ഇപ്പോൾ മന്ത്രി സജി ചെറിയാനും മന്ത്രി വി ശിവൻകുട്ടിയും അടക്കം പറഞ്ഞതുപോലെ കേരളത്തിന്റെ വികസനങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെ അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ളൊരു ശ്രമം അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ തള്ളിക്കളയാനുള്ള നീക്കങ്ങൾ എങ്ങനെയാണോ അത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ്. നേരത്തെ വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഒരു ബദൽ സ്റ്റോറി കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അത് ആ റിയൽ കേരള സ്റ്റോറി അതാണ് എന്ന് പറയേണ്ടി അവരും അത്തരത്തിലുള്ള സ്റ്റോറി കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അതും കൊണ്ടുവരുമെന്നുള്ളത് തന്നെയായിരുന്നു. ഏതായാലും അത്തരത്തിൽ ഒറ്റക്കെട്ടായി ഒരുപക്ഷെ CPM ഹാൻഡിലുകൾ അടക്കം ഇപ്പോൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിനെതിരായ ശക്തമായ പ്രചരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് എന്താണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കൊടുക്കാനായി അത്തരം കാര്യങ്ങൾ, കേരളത്തിന്റെ റിയൽ സാഹചര്യം, റിയൽ കേരള സ്റ്റോറി എന്ത് എന്ന സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിനെതിരെ നിലപാട് കടുപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സ്മൃതി, സുനിഷ ഇലൂരാണ് വിവരങ്ങൾ നൽകിയത്. കേരള സ്റ്റോറി 2-നെതിരെ അതിശക്തമായ പ്രതികരണം സർക്കാരിന്റെ ഭാഗത്ത് വരുന്നു. കേരളം ഒരുമിച്ച് അതിനെ എതിർക്കുമെന്ന് തന്നെയാണ് മന്ത്രിമാർ പ്രതികരിക്കുന്നത്.